ടി പി സെൻകുമാറിന് സുപ്രീം കോടതിയിൽ തിരിച്ചടി. കോടതിയലക്ഷ്യ കേസ് പരാമർശിക്കാതെ സെൻകുമാറിന്റെ അഭിഭാഷകൻ കേസിൽ നിന്നും പിന്മാറി. കോടതിയിൽ നിന്നും പ്രതികൂല പരാമർശം ഭയന്നാണ് അഭിഭാഷകന്റെ പിന്മാറ്റം. വിശദാംശങ്ങളുമായി സന്തോഷ് സർലിംഗ് ചേരുന്നു. സന്തോഷ്, കോടതിയിൽ നിന്നും പ്രതികൂലമായി തന്നെ ഒരു തിരിച്ചടി, കോടതി നടപടി ഉണ്ടായേക്കാം എന്ന തരത്തിലേക്ക് നിയമോപദേശം ലഭിച്ചതിന്റെ അടിസ്ഥാനത്തിൽ തന്നെ ആയിരിക്കുമോ ഈ ഒരു പിന്മാറ്റം? കാരണം എന്തായാലും ഇന്ന് സുപ്രീം കോടതിയിൽ അഭിഭാഷകൻ കേസ് ശ്രദ്ധയിൽപ്പെടുത്താൻ ഇരിക്കെയാണ് ഈ ഒരു പിന്മാറ്റം. എന്താണ് ലഭിക്കുന്ന വിശദാംശങ്ങൾ? സന്തോഷം. പ്രജേഷ്, ക്രമസമാധാന ചുമതലയുള്ള DGP-ആയി സെൻകുമാറിനെ പുനർനിയമിക്കണം എന്ന 24-ാം തീയതിയിലെ ഉത്തരവ് സംസ്ഥാന സർക്കാർ നടപ്പിലാക്കുന്നില്ല എന്ന് കാണിച്ചാണ് കോടതി അലക്ഷ്യ നടപടികളുമായി സെൻകുമാർ മുന്നോട്ട് പോയത്. കഴിഞ്ഞ ദിവസം തന്നെ ഇതുമായി ബന്ധപ്പെട്ടുള്ള ഹർജി സുപ്രീം കോടതിയിൽ രജിസ്റ്റർ ചെയ്തു. അതിനുശേഷം ഇന്ന് ഹർജി സുപ്രീം കോടതിയുടെ ശ്രദ്ധയിൽപ്പെടുത്തുമെന്നും ഉടൻ തന്നെ കേസ് എടുക്കണമെന്ന് ആവശ്യപ്പെടുമെന്നും സെൻകുമാറിന്റെ അഭിഭാഷകൻ നേരത്തെ അറിയിച്ചിരുന്നു. ഇതിനായി നേരത്തെ സെൻകുമാറിന് വേണ്ടി കേസ് വാദിച്ച മുതിർന്ന അഭിഭാഷകൻ ദുഷ്യന്ത് ദാവെ കേസിൽ വിധി പറ ലോക്കൂറിന്റെ ബെഞ്ചിൽ എത്തുകയും ചെയ്തു. എന്നാൽ അവസാന നിമിഷം ഈ ഹർജി കോടതിയുടെ ശ്രദ്ധയിൽപ്പെടുത്താതെ ഈ മുതിർന്ന അഭിഭാഷകൻ ദുഷ്യന്ത് ദാവെ കോടതിയിൽ നിന്നും പിന്മാറുകയായിരുന്നു. ഉച്ചയ്ക്ക് ശേഷം കോടതി ചേരുമ്പോൾ ഹർജി കോടതിയുടെ ശ്രദ്ധയിൽപ്പെടുത്തുമെന്ന കാര്യത്തിലും ഇപ്പോൾ സംശയമുണ്ട്. എന്തായാലും സുപ്രീം കോടതിയിൽ നിന്നും പ്രതികൂലമായ ഒരു പരാമർശം ഉണ്ടാകുമോ എന്ന് ഭയന്നിട്ടാണ് ഇത്തരം പിന്മാറ്റമെന്ന സൂചനകളുണ്ട്. കാരണം 24-ാം തീയതിയിലെ വിധിക്ക് ശേഷം 3-4 ദിവസത്തിനകം തന്നെ സെൻകുമാർ കോടതിയലക്ഷ്യ ഹർജി ഫയൽ ചെയ്തു. എന്തിനാണ് ഇത്ര ധൃതി എന്ന് ഇന്ന് സുപ്രീം കോടതി ചോദിച്ചാൽ അത് വലിയൊരു തിരിച്ചടിയിലേക്ക് കാര്യങ്ങൾ നീക്കും. അതുകൊണ്ടാണ് അവസാന നിമിഷം പിന്മാറിയെന്നാണ് സൂചന. എന്തായാലും കോടതിയിൽ കാര്യങ്ങൾ അത്ര സുഗമമായിട്ടല്ല സെൻകുമാറിന് ഇപ്പോൾ മുന്നോട്ട്. ശരി സന്തോഷ്. വർഗീയതയെ പ്രതിരോധിക്കാൻ മതേതര കക്ഷികളുടെ വിശാല വേദി വേണമെന്ന് സീതാറാം യെച്ചൂരി. CPIM ഇതിന് മുൻകൈയെടുക്കുമെന്നും യെച്ചൂരി പറഞ്ഞു. Central Committee of the CPIM has decided that we will form a broad platform against communal forces, against communalism. For that we are working and talking to all the secular elements which are not necessarily only political parties. There will also be a large section of your people's movement, your social movement, which should also be included in that larger coalition. So that is what we are working towards. തൊഴിലാളി കരുത്തറിയിച്ച് ലോകം. ഇന്ന് ലോകമേ ദിനം. പണിയെടുക്കുന്നവന്റെ അവകാശങ്ങൾ കവരാൻ പുത്തൻ നയങ്ങളുമായി വരുന്നവർക്കെതിരെ ചങ്കൂറ്റത്തോടെ പോരാടാൻ പ്രചോദനം നൽകിയ തൊഴിലാളികളുടെ ദിനം. തൊഴിൽ പീഡനങ്ങളെക്കുറിച്ചും സമയത്തെക്കുറിച്ചും നിരന്തരം വാർത്തകൾ നിറയുന്ന വർത്തമാനകാലത്തും ചിക്കാഗോയിൽ അന്നുയർത്തിയ മുദ്രാവാക്യങ്ങൾക്ക് കൂടുതൽ പ്രസക്തിയേറുന്നു. ലോക തൊഴിലാളി ദിനത്തിൽ സംസ്ഥാനത്ത് 14 ജില്ലകളിലും റാലികളും പൊതുസമ്മേളനങ്ങളും സംഘടിപ്പിക്കപ്പെട്ടു. വിവിധ തൊഴിലാളി യൂണിയനുകളുടെ നേതൃത്വത്തിൽ നടന്ന റാലികളിലും പൊതുസമ്മേളനങ്ങളിലും ലക്ഷക്കണക്കിന് തൊഴിലാളികൾ പങ്കാളികളായി. തലസ്ഥാന നഗരിയിൽ CITU-വിന്റെയും INTUC-യുടെയും AITUC-യുടെയും നേതൃത്വത്തിൽ റാലികൾ നടന്നു. CITU-വിന്റെ നേതൃത്വത്തിൽ നടന്ന റാലി CITU ജില്ലാ സെക്രട്ടറി V. ശിവൻകുട്ടി ഫ്ളാഗ് ഓഫ് ചെയ്തു. തുടർന്ന് ചേർന്ന സമ്മേളനം സഹകരണ വകുപ്പ് മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. പത്തനംതിട്ടയിൽ നടന്ന പൊതുസമ്മേളനം ധനമന്ത്രി ഡോക്ടർ TM തോമസ് ഐസക് ഉദ്ഘാടനം ചെയ്തു. കൊല്ലം ചിന്നക്കടയിൽ മന്ത്രി J. മേഴ്സിക്കുട്ടിയമ്മ റാലി ഉദ്ഘാടനം ചെയ്തു. ആലപ്പുഴയിൽ CPIM ജില്ലാ സെക്രട്ടറി സജി ചെറിയാൻ റാലി ഉദ്ഘാടനം ചെയ്തു. കോട്ടയം പാമ്പാടി ആലമ്പള്ളിയിൽ നടന്ന റാലിയിൽ ആയിരങ്ങളാണ് പങ്കാളികളായത്. തുടർന്ന് CMS സ്കൂൾ കോമ്പൗണ്ടിൽ നടന്ന പൊതുസമ്മേളനം CITU അഖിലേന്ത്യാ സെക്രട്ടറി തപൻ സെൻ ഉദ്ഘാടനം ചെയ്തു. പാലക്കാടും കോഴിക്കോടും കണ്ണൂരും തൃശൂരും മലപ്പുറത്തും കാസർഗോഡും വയനാടും വിവിധ കേന്ദ്രങ്ങളിൽ മെയ്ദിന റാലികൾ സംഘടിപ്പിച്ചു. കണ്ണൂർ നഗരത്തിൽ നടന്ന റാലി CPIM ജില്ലാ സെക്രട്ടറി P. ജയരാജൻ ഫ്ളാഗ് ഓഫ് ചെയ്തു. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. ഇന്ന് മെയ് ദിനമാണ്. പണിയെടുക്കുന്നവന്റെ അവകാശങ്ങൾ കവരാൻ പുത്തൻ നയങ്ങളുമായി വരുന്നവർക്കെതിരെ ചങ്കൂറ്റത്തോടെ പോരാടാൻ പ്രചോദനം നൽകിയ തൊഴിലാളികളുടെ ദിനം. തൊഴിൽ പീഡനങ്ങളെക്കുറിച്ചും സമയത്തെക്കുറിച്ചും നിരന്തരം വാർത്തകൾ നിറയുന്ന വർത്തമാനകാലത്തും ചിക്കാഗോയിൽ അന്നുയർത്തിയ മുദ്രാവാക്യങ്ങൾക്ക് പ്രസക്തിയേറുകയാണ്. സർവരാജ്യ തൊഴിലാളികളെ സംഘടിക്കുവിൻ, സംഘടിച്ച് അടിമകളെ പോലെ പണിയെടുത്തിരുന്നവർ അവകാശങ്ങൾക്കായി കാൽച്ചങ്ങലകൾ പൊട്ടിച്ചെറിഞ്ഞ് പടയണി ചേർന്ന ആവേശോജ്വലമായ സമരത്തിന്റെ സ്മരണയിൽ വീണ്ടുമൊരു തൊഴിലാളി ദിനം കൂടി.
8 മണിക്കൂർ ജോലി, 8 മണിക്കൂർ വിനോദം, 8 മണിക്കൂർ വിശ്രമമെന്ന് ചിക്കാഗോ തെരുവീതികളിൽ മുഴങ്ങിയ മുദ്രാവാക്യം ലോകത്തെയാകെ പ്രകമ്പനം കൊള്ളിച്ചപ്പോൾ അവകാശബോധത്തിന്റെ ഊർജ്ജപ്രവാഹം തൊഴിലാളികളുടെ ഇരമ്പലായി മാറി. അമേരിക്കൻ സാമ്രാജ്യത്തെപ്പോലും വിറപ്പിച്ച ആ വിപ്ലവ സമരത്തിൽ മുഴങ്ങിയ മുദ്രാവാക്യങ്ങൾ ഇന്നും വളരെ പ്രസക്തിയോടെ അലറി വിളിക്കേണ്ടിയിരിക്കുന്നു. അധ്വാനവർഗം ചൂഷണം ചെയ്യപ്പെടേണ്ടവരാണെന്ന ചിന്താഗതിയിൽ നിന്നും അധികാര കേന്ദ്രങ്ങൾ ഇന്നും വിമുക്തമായിട്ടില്ല. കുത്തക മുതലാളിമാർക്കായി വിടുപണി ചെയ്യുകയും നിയമങ്ങൾ പൊളിച്ചെഴുതുകയും ചെയ്യുന്നു ഭരണകൂടങ്ങൾ. 21-ാം നൂറ്റാണ്ടിലും തൊഴിലാളി വിയർപ്പിന്റെ കൂലിക്കായി സമരമുഖത്ത് തന്നെ. ഇന്ത്യയിൽ തൊഴിലാളി വർഗ പ്രസ്ഥാനങ്ങളെ അടിച്ചമർത്താൻ ശ്രമിക്കുന്ന സമ്പന്ന വിഭാഗങ്ങളുടെ ചട്ടുകമായി ഭരണകൂടവും മാറിക്കഴിഞ്ഞു. തൊഴിലാളി ദിനമെന്നാൽ അധ്വാനത്തിന്റെ മഹത്വം ഓർമ്മിപ്പിക്കൽ മാത്രമാണെന്ന് ലഘൂകരിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും തൊഴിലാളികളോടുള്ള തന്റെ മൻ കി ബാത്ത് എന്താണെന്ന് വ്യക്തമാക്കുകയും ചെയ്തു. തൊഴിൽ സംരക്ഷണത്തിനായി വ്യക്തമായ നിയമങ്ങളോ പ്രഖ്യാപനങ്ങളോ ഇവരുടെ അജണ്ടയിലേ ഇല്ല. മറിച്ച് സമ്പന്ന വിഭാഗത്തിന് തടിച്ചു കൊഴുക്കാൻ നിയമങ്ങൾ വീണ്ടും വീണ്ടും ഇവർ പൊളിച്ചെഴുതുന്നു. നിസ്സാര കാര്യങ്ങൾ പറഞ്ഞ് റേഷൻ വിഹിതം പോലും തടയുമ്പോൾ മറുവശത്ത് നഷ്ടത്തിന്റെ കണക്കുകൾ ചൂണ്ടിക്കാട്ടി ഇന്ധനവില നിശ്ചയിക്കാൻ കോർപ്പറേറ്റുകളെ അധികാരപ്പെടുത്തുന്നു. തൊഴിൽ സമയങ്ങളെക്കുറിച്ചും നയങ്ങളെക്കുറിച്ചും തൊഴിൽ പീഡനങ്ങളെക്കുറിച്ചും വ്യക്തമായ മാർഗനിർദ്ദേശവും നിയമവും ഉണ്ടാക്കാൻ ഭരണകൂടം ഇനിയും ഉണർന്നില്ലെങ്കിൽ അധ്വാനവർഗത്തിന്റെ പ്രതിഷേധാഗ്നിയിൽ പുതിയ മുദ്രാവാക്യങ്ങൾ ഇനിയും ഉയരും. ന്യൂസ് ഡെസ്ക്. മെയ് ദിനത്തെ മതവൽക്കരിക്കാനാണ് ബിജെപിയുടെ ശ്രമമെന്ന് സീതാറാം യെച്ചൂരി. ഹരിയാനയിൽ മെയ് ദിനം വിശ്വകർമ്മ ദിനമായി ആചരിക്കുന്നത് ഇതിനുദാഹരണമാണെന്നും അദ്ദേഹം പറഞ്ഞു. Well, this is the process of communalization that is taking place. That instead of the International Day of Solidarity of the working class, universally accepted and universally in almost all countries of the world, May Day is a holiday to permit the workers to express their solidarity through various actions. Now, the manner in which they want to convert this into a religious function, that is the insidious manner in which they want to communalize the whole agenda. മുഖ്യമന്ത്രി പിണറായി വിജയൻ മെയ് ദിനാശംസകൾ നേർന്നു. അധ്വാനത്തിന്റെയും വിശ്രമത്തിന്റെയും വിനോദത്തിന്റെയും പരിധികൾക്കപ്പുറം മനുഷ്യാവകാശങ്ങളുടെ സാക്ഷാത്കാരത്തിനായി പോരാട്ടങ്ങൾക്കൊപ്പം ചേരാൻ മെയ് ദിനം ആവേശമാകണമെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. മതനിരപേക്ഷത പറയുന്ന ചില മാധ്യമങ്ങൾ RSS പ്രചാരകരാകുന്നുവെന്ന് CPIM സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ. LDF സർക്കാരിനെ അസ്ഥിരീകരിക്കാൻ ആസൂത്രിത ശ്രമങ്ങൾ നടക്കുന്നുണ്ടെന്നും കോടിയേരി പറഞ്ഞു. ദേശാഭിമാനി പാലക്കാട് എഡിഷന്റെ ഉദ്ഘാടനം നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം. RSSന്റെ പ്രത്യയശാസ്ത്രത്തെ പ്രതിരോധിക്കാൻ ഒരു പ്രത്യയശാസ്ത്രം മുന്നോട്ട് വെച്ചിട്ടുള്ളത് ദേശാഭിമാനി പത്രമാണ്. മറ്റു പത്രങ്ങളെല്ലാം ഈ പ്രശ്നത്തിൽ ചാഞ്ചാടുകയും മതനിരപേക്ഷത പറയുന്ന ചില മാധ്യമങ്ങൾ തന്നെ RSSന്റെ പ്രചാരകന്മാരായി മാറിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്ന ഒരു സ്ഥിതിവിശേഷമാണ് നാം ഇന്ന് കണ്ടുകൊണ്ടിരിക്കുന്നത്. കൊൽക്കത്ത ഹൈക്കോടതി ജഡ്ജി ജസ്റ്റിസ് കർണന്റെ മാനസിക നില പരിശോധിക്കണമെന്ന് സുപ്രീം കോടതി. മെയ് 4-ന് ജസ്റ്റിസ് കർണനെ വൈദ്യപരിശോധനയ്ക്ക് വിധേയനാക്കുകയും മെയ് 8-ന് മെഡിക്കൽ റിപ്പോർട്ട് സമർപ്പിക്കണമെന്നും സുപ്രീം കോടതി ഉത്തരവിട്ടു. 2017 ഫെബ്രുവരി 8-ന് ശേഷം ജസ്റ്റിസ് കർണൻ പുറപ്പെടുവിച്ചിട്ടുള്ള ഉത്തരവുകൾ നടപ്പാക്കരുതെന്നും കോടതി ഉത്തരവിൽ വ്യക്തമാക്കുന്നു. മൂന്നാർ കയ്യേറ്റം ഒഴിപ്പിക്കുന്നതിൽ സർക്കാർ ഒറ്റക്കെട്ടെന്ന് റവന്യൂ മന്ത്രി ഇ ചന്ദ്രശേഖരൻ. പാപ്പാത്തി ചോലയിൽ കുരിശ് പൊളിച്ചതിന് പിന്നിൽ ഗൂഢാലോചനയുണ്ടെങ്കിൽ കണ്ടെത്തട്ടെയെന്നും റവന്യൂ മന്ത്രി പറഞ്ഞു. ഒരനിശ്ചിതത്വമില്ല. ഭൂമി കയ്യേറ്റത്തെ തടിയെ തന്നെ ചെയ്യും. ഭൂമി ആര് കയ്യേറിയാലും ഒഴിപ്പിക്കുക തന്നെ ചെയ്യും. എൻ്റെ വകുപ്പിൽ ഗൂഢാലോചന പുറത്തു കൊണ്ടുവരാനുള്ള വകുപ്പില്ല. എനിക്കറിഞ്ഞുകൂടാ. അതുകൊണ്ട് ഇങ്ങനെ ഗൂഢാലോചന ഉണ്ടായി എന്ന് എനിക്കറിഞ്ഞുകൂടാ. കാരണം എനിക്കത് മനസ്സിലാക്കാനുള്ള വകുപ്പൊന്നും എൻ്റെ കയ്യിലില്ല. അല്ല, ഉണ്ടെങ്കിൽ അത് തെളിയിക്കട്ടെ. ഇപ്പം എനിക്കെന്തപ്പോൾ അറിയാം? ഞാനല്ലല്ലോ അത് പറഞ്ഞത്. എൻ്റെ ശ്രദ്ധപ്പെട്ടെടുത്തോളം എനിക്ക് മനസ്സിലായിട്ടില്ല. ഇങ്ങനെ ഉണ്ടെങ്കിൽ അത് മനസ്സിലായവർ പറയും. റവന്യൂ വകുപ്പ് പറയാണ്, മുഖ്യമന്ത്രി പറയാണ്, ഓരോ വകുപ്പ് അവരവരുടെ കാര്യങ്ങൾ കൈകാര്യം ചെയ്യാണ് എന്നൊക്കെ ധരിക്കുകയാണെങ്കിൽ അതല്ല കേട്ടോ. ഇത് ഗവൺമെൻറ്റിൻ്റെ നിലപാടാണ്. കയ്യേറ്റം ഒഴിപ്പിക്കുക എന്നതാണ് ഗവൺമെൻറ് സമീപനം. അത് ഗവൺമെൻറ് പ്രഖ്യാപിത നിലപാടാണ്.
തൃശൂർ പൂരം വെടിക്കെട്ടിന് തടസ്സമില്ലെന്ന് കേന്ദ്ര സർക്കാർ. നിലവിൽ വെടിക്കെട്ടിന് ലൈസൻസ് നൽകിയതിനെക്കുറിച്ച് അറിയില്ലെന്നും കേന്ദ്രമന്ത്രി നിർമ്മലാ സീതാരാമൻ പറഞ്ഞു. വിശദാംശങ്ങളുമായി സന്തോഷ് സർലിംഗ് ചേരുന്നു. സന്തോഷ്, ഇക്കാര്യത്തിലെ അനിശ്ചിതത്വം നിലനിൽക്കുന്നതിനിടെ കേന്ദ്രത്തിന്റെ നിലപാട്? പ്രതീക്ഷ, പരമ്പരാഗത വെടിക്കെട്ട് നടത്താൻ അനുമതി ഇതുവരെ കേന്ദ്ര സർക്കാർ നൽകിയിട്ടില്ല. ആ സാഹചര്യത്തിലാണ് നിർമ്മലാ സീതാരാമൻ ഇക്കാര്യത്തിൽ പ്രതികരിച്ചിരിക്കുന്നത്. നിരവധി വെടിക്കെട്ടുകാർ അപേക്ഷയുമായി സമീപിച്ചിട്ടുണ്ട്. എന്നാൽ ഇവർക്ക് ഏതൊക്കെ തരത്തിലുള്ള നടപടിക്രമങ്ങൾ ഇപ്പോൾ പൂർത്തിയാക്കിയിട്ടുണ്ട്, ഇവർക്ക് അനുമതി നൽകിയിട്ടുണ്ടോ എന്ന കാര്യത്തിൽ തനിക്ക് വ്യക്തതയില്ല. എന്നാൽ ചിലർക്കൊന്നും അനുമതി നൽകിയിട്ടില്ല എന്നറിയാം. പക്ഷെ അതിനർത്ഥം കേന്ദ്ര സർക്കാർ പൂരത്തിന് എതിരാണ് എന്നല്ല. അതിന് വേഗത്തിൽ തന്നെ അതിന്റെ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കാൻ ശ്രമിക്കും എന്നാണ് ഇപ്പോൾ നിർമ്മലാ സീതാരാമൻ അറിയിച്ചിരിക്കുന്നത്. ശരി സന്തോഷ്. സർക്കാർ ജീവനക്കാരുടെയും അധ്യാപകരുടെയും ശമ്പള വിതരണത്തിൽ പ്രതിസന്ധി ഉണ്ടാകില്ലെന്ന് ധനമന്ത്രി ഡോക്ടർ തോമസ് ഐസക്. നോട്ട് വേണ്ടവർക്ക് നോട്ടും അല്ലാത്തവർക്ക് ചെക്കും നൽകുമെന്ന് ഐസക് പത്തനംതിട്ടയിൽ പറഞ്ഞു. ഈ നോട്ട് നിരോധനം വന്നതിന് ശേഷം ട്രഷറി ഏറ്റവും അധികം സമ്മർദ്ദത്തിലായത് കഴിഞ്ഞ ശമ്പള ദിവസങ്ങളിലാണ്. എനിക്ക് തോന്നുന്നു ഈ ബാങ്കുകളൊക്കെ ഒരുപാട് സർവീസ് ചാർജൊക്കെ ഏർപ്പെടുത്തിയപ്പോൾ ആളുകൾ കയ്യിലുള്ള പണം ബാങ്കിലിടാതായി, കൈ വെക്കാൻ തുടങ്ങി. അതോട് ബാങ്കിൻ്റെ പണമില്ലാതായി. ഇതാ സംഭവിച്ചെന്ന് എനിക്ക് തോന്നുന്നത്. പക്ഷെ ഏതായാലും ഇത്തവണ ഞങ്ങൾ തയ്യാറല്ല. ട്രഷറിയിൽ സ്തംഭനം ഉണ്ടാവില്ല. പെൻഷനും മറ്റും കൃത്യമായിട്ട് വരുന്നവർക്ക് കാശായി വേണ്ടവർക്ക് കാശായിട്ട് കൊടുക്കാൻ ട്രഷറിക്ക് കഴിയും. അതാണ് അവസ്ഥ. അതുകൊണ്ട് കഴിഞ്ഞ തവണ ഉണ്ടായ പ്രശ്നങ്ങളൊന്നും സംഭവിക്കാൻ പോകുന്നില്ല. ഇതിഹാസ ചിത്രം ബാഹുബലിക്ക് സൂപ്പർ സ്റ്റാർ രജനീകാന്തിന്റെ അഭിനന്ദനം. സംവിധായകൻ SS രാജമൗലി ദൈവത്തിന്റെ മകനെന്ന് രജനിയുടെ ട്വീറ്റ്. സ്റ്റൈൽമാന്റെ അഭിനന്ദനത്തിന് രാജമൗലിയും ട്വിറ്ററിലൂടെ നന്ദി അറിയിച്ചു. 4 ദിനം കൊണ്ട് 400 കോടി രൂപ കളക്ട് ചെയ്താണ് ബാഹുബലി സെക്കൻഡ് മുന്നേറുന്നത്. అమరేంద్ర బాహుబలియను నేను అశేషమైన మాహిష్మతి ప్రజల ధన మాన ప్రాణ సంరక్షకుడిగా ప్రాణ త్యాగానికైనా వెనుకాడబోనని రాజమాత శివగామీదేవి సాక్షిగా ప్రమాణం చేస్తున్నాను. ലോക സിനിമകളെ പോലും വെല്ലുവിളിച്ച് ബ്രഹ്മാണ്ഡ ചിത്രം ബാഹുബലി 2 ചരിത്രം സൃഷ്ടിക്കുമ്പോൾ സിനിമാ ലോകത്തെ മുടിചൂടാ മനോഹന്മാർ പോലും രാജമൗലി എന്ന ഇതിഹാസ സംവിധായകന് മുന്നിൽ തലകുനിക്കുന്നു. SS രാജമൗലി ദൈവത്തിന്റെ സ്വന്തം മകനാണെന്ന് തലൈവർ രജനീകാന്ത് ട്വിറ്ററിൽ കുറിച്ചു. ഇന്ത്യൻ സിനിമയ്ക്ക് അഭിമാനിക്കാവുന്ന നിമിഷമാണിത്. രാജമൗലിക്ക് ബിഗ് സല്യൂട്ട് നൽകിയാണ് സ്റ്റൈൽമന്നൻ തന്റെ ട്വീറ്റ് അവസാനിപ്പിക്കുന്നത്. അപ്രതീക്ഷിതമായ അഭിനന്ദനത്തിന് രാജമൗലിയും ട്വിറ്ററിൽ നന്ദി അറിയിച്ചു. തലൈവ ദൈവം നേരിട്ട് വന്ന് അനുഗ്രഹിച്ച അനുഭവമാണിത്. ഇതിലും വലുതായി മറ്റൊന്നുമില്ലെന്നും രാജമൗലിയും റാണ ദഗുബട്ടിയും ട്വിറ്ററിൽ കുറിച്ചു. ഇന്ത്യൻ ബോക്സ് ഓഫീസിൽ കോടികളുടെ റെക്കോർഡുകൾക്കും തീർത്താണ് ബാഹുബലി കുതിക്കുന്നത്. 4 ദിവസം കൊണ്ട് 400 കോടി കളക്ട് ചെയ്താണ് ബാഹുബലി 2 ബോക്സ് ഓഫീസിൽ ഇതിഹാസമായത്. నువ్వు నా పక్కనున్నంత వరకు నన్ను చంపే మగాడింకా పుట్టలేదు మామా. ആദ്യ ഭാഗത്ത് പറയാതെ പോയ സസ്പെൻസുകൾ രണ്ടാം ഭാഗത്തിൽ പ്രതീക്ഷയ്ക്കും അപ്പുറം അപ്രമാണിയിലെത്തിച്ചപ്പോൾ ആരാധകരുടെ മനസ്സിൽ രാജമൗലി ഏറ്റവും ഉന്നതിയിലെത്തി. വിസ്മയ ചിത്രത്തിലൂടെ രാജമൗലി ഇന്ത്യൻ വെള്ളിത്തിരയിൽ സൃഷ്ടിച്ച അത്ഭുതമാണ് ഇന്ന് സിനിമാ ലോകം ചർച്ച ചെയ്യുന്നതും. ഒരു സിനിമയ്ക്ക് ഇതിനുമപ്പുറം എന്ത് ചെയ്യാനാകുമെന്നാണ് ആരാധകർ ചോദിക്കുന്നതും. ന്യൂസ് ഡെസ്ക്. തിരുവനന്തപുരം നഗരത്തിലെ കുടിവെള്ളക്ഷാമത്തിന് പരിഹാരമാകുന്നു. നെയ്യാറിൽ നിന്നും പമ്പിംഗ് നാളെ തുടങ്ങും. അപ്രായോഗികമെന്ന് വിലയിരുത്തപ്പെട്ട പദ്ധതി ഒറ്റയാഴ്ച കൊണ്ട് പൂർത്തിയാക്കിയാണ് ജലവകുപ്പിന്റെ ഉദ്യോഗസ്ഥർ കുടിവെള്ള നിയന്ത്രണം ഒഴിവാക്കുന്നത്. പേപ്പാറ ഡാം വറ്റി തുടങ്ങിയതോടെയാണ് നെയ്യാറിൽ നിന്നും നഗരത്തിലേക്ക് വെള്ളമെത്തിക്കുന്നതിനുള്ള നിർദ്ദേശമുയർന്നത്. ആലോചനയുടെ ആദ്യഘട്ടത്തിൽ തന്നെ പദ്ധതി അപ്രായോഗികമെന്ന് വിലയിരുത്തപ്പെട്ടു. എന്നാൽ കുടിവെള്ളക്ഷാമത്തിന് മറ്റൊരു പരിഹാരമില്ലെന്ന് ഉറപ്പായതോടെ ജലവകുപ്പിലെ ഉദ്യോഗസ്ഥർ ഇച്ഛാശക്തിയോടെ പ്രവർത്തിച്ചു. ഒരാഴ്ച കൊണ്ട് പദ്ധതി പൂർത്തിയായി. ഈ കാണുന്ന ഈ ഇറിഗേഷൻ്റെയും ഒരു പ്രയത്ന ഫലമായിട്ടാണ് ഇത് വരുന്നത്. ഇത് കൂടാതെ ഈ കുമ്പിൾമൂട് തോടിലേക്ക് കൊണ്ടുപോകുന്ന ആ അണിയിലക്കടവിലേക്ക് എത്തുന്ന തോട് പൂർണ്ണമായി അങ്ങ് 10 കിലോമീറ്ററോളം, ഏകദേശം ഇവിടെ നിന്ന് 1 കിലോമീറ്റർ, പിന്നെ വലിയ തോട് ഒരു 9 കിലോമീറ്റർ, അങ്ങനെ ഏകദേശം 10 കിലോമീറ്ററോളം അവർ വൃത്തിയാക്കി
വീതിയുള്ള സ്ഥലത്ത് ചാക്കടുക്കി സീപ്പേജുള്ള സ്ഥലത്ത് ടാർപ്പാളിനിട്ട് ആ ഒരു രീതിയിൽ അവർ മുന്നോട്ട് നീങ്ങുകയാണ്. കാട്ടിലൂടെ പാതകൾ വെട്ടി കരിങ്കല്ലിട്ട് ടൺ കണക്കിന് ഭാരമുള്ള ഡ്രജറുകൾ നെയ്യാറിലെത്തിച്ചു. വെള്ളമൊഴുകുന്ന തോടുകൾ വൃത്തിയാക്കി. ശ്രമകരമായ ഓപ്പറേഷൻ നെയ്യാർ എന്ന ദൗത്യം ഒറ്റയാഴ്ച കൊണ്ട് പൂർത്തിയാകുന്നു. അൺലോഡിങ് അതിസാഹസികമായിരുന്നു. അത് ക്രെയിനൊന്നും സപ്പോർട്ട് ചെയ്യാൻ പറ്റാത്ത രീതിയിലുള്ള റോഡുകൾ ഉണ്ടാക്കി ക്രെയിൻ അഡീഷണലായിട്ട് സപ്പോർട്ട് കൊടുത്തിട്ടാണ് ഞങ്ങളിത് ഇവിടെ ഇറക്കി. വെള്ളത്തിൽ ഇറക്കുന്നത് വരെ ഞങ്ങൾക്കൊരു ഒരു ടെൻഷനായിരുന്നു. വെള്ളത്തിൽ ഇറക്കി കഴിഞ്ഞപ്പോൾ ഓക്കെ ആയി. ഇപ്പോൾ ഞങ്ങൾ വെള്ളത്തിലിറക്കി 26 5 രാത്രി വെള്ളത്തിൽ ഇറക്കി 27 വൈകിട്ട് ഞങ്ങൾ പമ്പിങ് ട്രയൽ എടുത്തു. 28 മുതൽ കണ്ടിന്യൂസ് പമ്പിങ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നെയ്യാറിൽ നിന്ന് 100 ദശലക്ഷം ലിറ്റർ വെള്ളം പ്രതിദിനം പമ്പ് ചെയ്യാമെന്നാണ് കണക്കുകൂട്ടൽ. കൊടും ചൂട്, ദുർഘടമായ പാതകൾ, നിശ്ചയദാർഢ്യം കൊണ്ട് ഇതിനെ മറികടക്കുകയാണ് ഒരു കൂട്ടം മനുഷ്യർ. ഒറ്റയാഴ്ച കൊണ്ട് നഗരത്തിലെ കുടിവെള്ളക്ഷാമത്തിന് താൽക്കാലിക പരിഹാരം. ക്യാമറമാൻ രാഹുൽ ചന്ദ്രനൊപ്പം MR സജേഷ്, തിരുവനന്തപുരം.